ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ 17-ാം ദിവസമായ ഇന്ന് അല്പനേരം ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ചിന്താവിഷയം ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് നാം ഒഴിവാക്കേണ്ടത്? 2 തരത്തിലുള്ള ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, അശാന്തി വിതയ്ക്കുന്ന വാക്കുകൾ പറയുന്നത്. മറ്റുള്ളവർക്ക് അശാന്തി വിതയ്ക്കുന്ന കയ്പു നിറഞ്ഞ വാക്കുകൾ പറയുന്നത് പലർക്കും ഒരു രസമാണ്. അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞതുപോലെ പറയുന്നു, കാണാത്ത കാര്യങ്ങൾ കണ്ടതുപോലെ പറയുന്നു. ഇങ്ങനെയുള്ള വ്യാജം പറച്ചിൽ യഹോവയ്ക്ക് വെറുപ്പുള്ള കാര്യങ്ങളാണ്. സദൃശവാക്യം 12:22 വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എലീശയുടെ ബാല്യക്കാരൻ ഗേഹസി നയമാനോട് യജമാനൻ പറഞ്ഞതായി കള്ളം പറഞ്ഞു 2 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രങ്ങളും വാങ്ങി ഒന്നും അറിയാത്തതുപോലെ തിരികെ വന്നു. നീ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഒരിടത്തും പോയില്ല എന്ന് കള്ളം പറയുന്ന ഗേഹസിക്ക് നയമാന്റെ കുഷ്ഠം പിടിച്ചു. 2 രാജാക്കന്മാർ 5:27 ഭോഷ്ക് പറയുന്നവരെ ദൈവം നശിപ്പിക്കും എന്ന് പറയുന്നു. രണ്ടാമതായി, അപവാദത്തിൻ്റെ ഗന്ധമുള്ള വാക്കുകൾ. നാവിൽ നിന്ന് പുറത്തു വരുന്ന പാപമാണ് അപവാദം പറയുക എന്നത്. കുടുംബത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും സമൂഹത്തിനെതിരായും അപവാദം പറയുന്നവരുണ്ട്. പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോഴാണ് അവർ അപവാദം പറഞ്ഞ് സന്തോഷിക്കുന്നത്. ആഹാബ് രാജാവ് നാബോത്തിന്റെ സ്ഥലം ആഗ്രഹിക്കുന്നു. കിട്ടാതെ വന്നപ്പോൾ അവർ അപവാദം പറഞ്ഞു തുടങ്ങി. നീചന്മാരായ ആളുകളെ നാബോത്തിനെതിരെ നിർത്തി വിരോധമായി സാക്ഷ്യം പറയണം. പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. അങ്ങനെ നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു. ദൈവം അവർക്ക് നൽകിയ ശിക്ഷയെക്കുറിച്ച് 1 രാജാക്കന്മാർ 21:17 പറയുന്നു. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് തന്നെ എന്റെ രക്തവും നായ്ക്കൾ നൽക്കും എന്ന് യഹോവ കൽപ്പിച്ചു. ഇതിന് കൂട്ടുനിന്നവരും കൊല്ലപ്പെട്ടു. അതിനാൽ മനസ്സിൽ അപവാദം മുളയ്ക്കാൻ അനുവദിക്കില്ല. എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടവരെന്ന് ഓർക്കണം. വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാതെ നാം നിശബ്ദരായി ഇരുന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. സഹനം ഇല്ലെങ്കിൽ ദൈവകൃപ ഉണ്ടാകില്ല. യേശുവിനെ നിന്നകൊണ്ട് പൊതിഞ്ഞിട്ടും ഇത്രയും ആരോപണങ്ങൾ പറഞ്ഞിട്ടും ഒരു വാക്കുപോലും പറയാതെ ശാന്തമായി സഹിച്ചതായി കാണാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കി ദൈവകൃപയിൽ വളരാൻ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.